എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് 2023 കേരള PSC ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത് എന്നതാണ് ആദ്യത്തെ ചോദ്യം. സമ്പാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെ? അപ്പോ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? അത് ബാലഗംഗാധര തിലക് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ്, ദേശീയ ഗീതമാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ചോദ്യം നോക്കൂ. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തത് ആരെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഫസൽ അലിയും HN കുൻസുവും KM പണിക്കരുമാണെന്ന് അറിയാം. അപ്പൊ ഇതില് അംഗങ്ങളല്ലാത്തത് VP മേനോൻ മാത്രമാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഒരു അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്. ഹസൻ അലി എന്നാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഫസൽ അലി ആയിട്ട് തിരുത്തി വായിക്കുക. അടുത്തത്, സ്വദേശ സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരത് മാതാ എന്ന ചിത്രം വരച്ചത് ആര്? ഭാരത് മാതാ എന്ന ചിത്രം വരച്ചത് അവനീന്ദ്രനാഥ ടാഗോർ ആണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? അപ്പൊ ഗദ്ദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് USA വെച്ചിട്ടാണ്, അമേരിക്കയിൽ വെച്ചിട്ടാണ്. അപ്പൊ അതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ 10, +2, +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതെന്നാണ്? അപ്പൊ 10, +2, +3 എന്നുള്ള ഫോമില് ആരായിരുന്നു? കോത്താരി കമ്മീഷൻ ആണ്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? അത് VP മേനോന്റെ പുസ്തകം. അടുത്ത ചോദ്യം, 1954, 1964 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IIT-കൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട് എന്നതാണ്. 54, 64 കാലഘട്ടത്തിൽ 5 IIT-കളാണ് സ്ഥാപിതമായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലളിതകലാ അക്കാദമിയാണ് ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം. താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, ശരിയായിട്ടുള്ളൊരു ബന്ധമാണ് ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ എന്നുള്ളത്. അടുത്തത്, ഖേഡ സത്യാഗ്രഹം മഹാരാഷ്ട്ര, അതൊരു തെറ്റായിട്ടുള്ളൊരു ബന്ധമാണ്. ഖേഡ സത്യാഗ്രഹം എവിടെയാണ്? ഗുജറാത്തിലാണ് നടന്നത്. അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്, അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അപ്പൊ ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇനി ഇതിന്റെ വർഷങ്ങൾ കൂടിയിട്ടൊന്ന് ഓർത്തു വയ്ക്കാം. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1917-ലാണ്. ഖേഡ സത്യാഗ്രഹം നടന്നത് 1918-ലാണ്. അടുത്തത്, അഹമ്മദാബാദ് മിൽ സമരം നടന്നത് 1918-ലാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഒന്നാമത്തേത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു, ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ആസാദിന്റെ പുസ്തകം ഇന്ത്യ വിൻസ് ഫ്രീഡം, അതും ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. നെയ് താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു, അത് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. നെയ്യും താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തത് മഹാത്മാ ഗാന്ധിജിയാണ്.
അപ്പോൾ 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നമുക്ക് ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ്. അപ്പൊ ഈ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു നോക്കണം. കാരണം പലരും 1, 2, 3 വായിച്ച് അത് ശരിയാണെന്ന് ആലോചിച്ചിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ അത് തെറ്റിപ്പോവാതിരിക്കാൻ ഒന്നുകൂടി അത് തെറ്റായ പ്രസ്താവനയാണോ ശരിയായ പ്രസ്താവനയാണോ കണ്ടെത്തേണ്ടതെന്ന് ഓർപ്പിക്കണം. അപ്പൊ ഇവിടെ തെറ്റായ ഒരു പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഡി, നാലാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. നാലാമത്തെ മാത്രമായിട്ട് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് മാർക്ക് ചെയ്യേണ്ടത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. അഭയാർത്ഥി പ്രവാഹം നേരിട്ടിട്ടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. അത് correct ആണ്. വർഗീയ ലഹള അതും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഉണ്ടായിരുന്നില്ല. തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. നാലാമത്തെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അങ്ങനെ ഒരു വെല്ലുവിളി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 3 മാത്രമാണ് ഇല്ലാതിരുന്നത്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വെല്ലുവിളിയിൽ ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അതായത് 3 മാത്രം ഉൾപ്പെടുന്ന ഓപ്ഷൻ സി ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു എന്നതാണ്. സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തത് മോത്തിലാൽ നെഹ്റുവും അതുപോലെ തന്നെ CR ദാസുമാണ്. ഭഗത് സിംഗ് സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തിട്ടില്ല. അപ്പോ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു എന്നതാണ് രണ്ടാമത്തെ പ്രസ്താവന. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തേത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു എന്നതാണ്. അതും correct ആണ്. അപ്പോൾ ഒന്ന് മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഇവിടെയും ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അത് correct ആണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നിവർ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു എന്നതാണ് പറയുന്നത്. എന്നാൽ അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. മൂന്നാമത്തേത് ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാൻഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു എന്നതാണ്. അതും correct ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. രണ്ടാമത്തേത് മാത്രമാണ് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന. ഇവിടെ നമുക്ക് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ആ ഒരു ഓപ്ഷൻ 2 മാത്രം എന്നുള്ളത് വരുന്നത് ബിയിലാണ്. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നന്ദലാൽ ബോസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ആദ്യത്തെ ഭാഗത്തിൽ പത്രങ്ങളും രണ്ടാമത്തെ ഭാഗത്തിൽ അവയുടെ സ്ഥാപകരും തന്നിട്ടുണ്ട്. ആദ്യത്തേതിൽ നേഷൻ, ഗോപാലകൃഷ്ണ ഗോഖലെ. കറക്റ്റ് ആയിട്ടുള്ള ബന്ധമാണ്. ആ ഒരു ജോഡി correct ആണ്. വോയിസ് ഓഫ് ഇന്ത്യ ലാലാ ലജ്പത് റായ് എന്നാണ് തന്നിരിക്കുന്നത്. എന്നാൽ അത് ആരുടേതാണ്? ദാദാബായി നവറോജിയുടേതാണ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായുടേതാണ്. തന്നിരിക്കുന്നത് ദാദാബായി നവറോജി എന്നാണ്. അപ്പൊ 2ഉം 3ഉം തെറ്റാണ് ഇവിടെ. നാലാമത്തേത് കേസരി മറാത്ത, ഇവയുടേത് ബാലഗംഗാധര തിലക്കാണ്. ഇത് ശരിയായിട്ടുള്ള ജോഡിയാണ്. അപ്പൊ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ജോഡി. ഇതിൽ നമുക്ക് കണ്ടെത്തേണ്ടതും ശരിയായിട്ടുള്ള ജോഡിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. INA രൂപീകരിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആണ് INA രൂപീകരിച്ചത്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം, അല്ലെങ്കിൽ എന്ത് പറയും, വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയും. ഇത് നടപ്പിലാക്കിയത് ആരാണ്? ഇത് നടപ്പിലാക്കിയത് ലിറ്റൺ പ്രഭു ആണ്. അടുത്ത ചോദ്യം, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായ് ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? അത് ശാരദാ സദനാണ്. വീണ്ടും പത്രങ്ങളും സ്ഥാപകരും എന്ന ഭാഗത്തിൽ നിന്നാണ് ചോദ്യം. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏതാണെന്നാണ് കണ്ടെത്തുന്നത്. അപ്പൊ നമുക്കറിയാം കേസരി ബാലഗംഗാധര തിലകൻ എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ബന്ധമാണ്. യങ് ഇന്ത്യ ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടേതാണ്. ആനി ബെസന്റ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തേത് വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആണ്. ഇവിടെ തെറ്റായിട്ടുള്ളത്
യങ് ഇന്ത്യ മാത്രമാണ്, അതായത് ഓപ്ഷൻ പ്രസ്താവന 2 മാത്രമാണ്. 1ഉം 3ഉം കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോ 1ഉം 3ഉം ആണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ശരിയായ ബന്ധമാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? മീററ്റിലാണ് ആരംഭിച്ചത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആരെന്നാണ്? ഫസൽ അലി ആയിരുന്നു, എൻ കുൻസ്രു ആയിരുന്നു, പി മേനോൻ അല്ല, എം പണിക്കർ ആയിരുന്നു. അപ്പൊ പി മേനോനാണ്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്ന്? ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മാഡം ബിക്കാച്ചി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തി. അതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. മൂന്നാമത്തേത് പണ്ഡിത രമാബായ് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. അപ്പൊ 3ഉം ശരിയായിട്ടുള്ളതാണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാദാബായ് നവറോജിയാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി.ഒ. ചിദംബരപിള്ളയാണ്. വി.ഒ. ചിദംബരപിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1948 സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കമ്മീഷൻ നിയമിച്ചിരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തേത് നോക്കുകയാണെങ്കിൽ BN ഭട്നാഗർ, ഡോക്ടർ രാജാ രാമണ്ണ, ലക്ഷ്മണസ്വാമി മുതലിയാർ എന്നാണ് തന്നിരിക്കുന്നത്. ഇവര് 3 പേർക്കും ഈ ഒരു ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പുനഃസംഘടന നടത്തുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നില്ല. രണ്ടാമത്തേത് പി മേനോൻ, ഫസൽ അലി, എം പണിക്കർ എന്നാണ്. ഇതില് പി മേനോൻ ഉണ്ടായിരുന്നില്ല, എന്നാൽ ഫസൽ അലിയും എം പണിക്കരും ഉണ്ടായിരുന്നു. ഗുൽസാരിലാൽ നന്ദ, ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നതാണ് മൂന്നാമത്തെ പ്രസ്താവന. ഇവരും ഭാഷാടിസ്ഥാനത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവയൊന്നുമല്ല എന്നതാണ് ഉത്തരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1929 ലാഹോർ സമ്മേളനമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിന് വഴിതെളിച്ചത്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സമ്പാദ് കൗമുദിയാണ്. ഓപ്ഷനിൽ തന്നിട്ടുള്ളതിൽ മിറാദ് ഉൽ അക്ബർ എന്ന പത്രവും രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രം തന്നെയാണ്. എന്നാൽ ഇത് പേർഷ്യൻ ഭാഷയിലെ പത്രമാണ്. അതും കൂടി ഒന്ന് അറിഞ്ഞു വെക്കാം. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മാഡം ബിക്കാച്ചി കാമയാണ്. റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത് എന്നതാണ്. ബംഗാളി ഭാഷയിലാണ് രചിച്ചത്. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ചോർച്ചാ സിദ്ധാന്തം എന്ന് കേട്ടാൽ തന്നെ അറിയും അതാരാണ്. ദാദാബായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ സ്വതന്ത്ര ഇന്ത്യയുടെ എന്ന് ചോദിച്ചാൽ അത് ആരാണ്. C രാജഗോപാലാചാരിയാണ്. ഒന്നാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്നു ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒന്നാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ടുള്ള പാർട്ടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INC ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഒന്നാം പാർലമെന്റിലെ.
ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാളാണ്. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് കേട്ടാൽ തന്നെ ആരാണെന്ന് മനസ്സിലാവും. അരുണ അസഫ് അലി ആണെന്ന് മനസ്സിലാവും. ഗാന്ധിജിയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പണ്ഡിത രമാഭായാണ് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1930, 31, 32 എന്നീ 3 വർഷങ്ങളിലാണ് ഈ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഒരേ ഒരു വ്യക്തി BR അംബേദ്കർ ആണ്. അതുപോലെ ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ള ഒരേ ഒരു വട്ടമേശ സമ്മേളനം 1931 കൂടി അറിഞ്ഞു വെക്കുക. റൗളത്ത് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് റൗളത്ത് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം. ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന ഏതെന്നാണ്. രാമകൃഷ്ണ മിഷൻ. വിവേകാനന്ദ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷനാണ് ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? ആദ്യത്തേത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു എന്നതാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ സെക്രട്ടറി AO ഹ്യൂം ആയിരുന്നു. അപ്പൊ ഈ ഒരു പ്രസ്താവന തെറ്റല്ലേ? തെറ്റാണ്. INC-ന്റെ ആദ്യത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിൽ ആയിരുന്നു എന്നതാണ് പറയുന്നത്. അത് കറക്റ്റ് ആണ്. പിന്നീട് പ്ലേഗ് വരികയും പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത്. അപ്പോ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിൽ തന്നെ ആയിരുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. INC-ന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു എന്നതാണ്. ശരിയാണ്. INC-യുടെ ആദ്യത്തെ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തിരുന്നത്? 72 പേരാണ് പങ്കെടുത്തത്. നാലാമത്തെ പ്രസ്താവന നോക്കാം. INC രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു എന്നതാണ്. എന്നാൽ ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. രണ്ടാം സമ്മേളനം എവിടെയാണ് നടന്നത്? അത് കൊൽക്കത്തയിലാണ് നടന്നത്. 1886-ൽ ദാദാഭായ് നവറോജി ആയിരുന്നു അതിന്റെ പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോ ഈ നാലാമത്തെ പ്രസ്താവനയും തെറ്റാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? യോജിക്കാത്ത പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 1ഉം 4ഉമാണ് ഉത്തരം അല്ലെ? യോജിക്കാത്തത് വരുന്നത് 1ഉം 4ഉം ഉത്തരമായിട്ട് വരുന്നത് D ഓപ്ഷൻ ആണ്. D ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1953 ഒക്ടോബർ 1-ന് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. അതൊരു ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത് 1953-ലാണ്. അടുത്ത പ്രസ്താവന നോക്കാം. 1956-ൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. ശരിയാണ്. 1956-ൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. 1953-ൽ നിലവിൽ വന്ന ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, SK ദർ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ അംഗങ്ങളായിരുന്നു. തെറ്റല്ലേ? ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഫസൽ അലിയും പണിക്കരും പിന്നെ ആരാണ്? HN കുൻസ്രു ആയിരുന്നു അല്ലെ? അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാലാമത്തെ നോക്കൂ. ആന്ധ്ര സംസ്ഥാനം രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ആ ഒരു ഓപ്ഷൻ വരുന്നത് C-യിലാണ്. അപ്പൊ C ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. 1929-ലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. ആദ്യത്തെ പ്രസ്താവന ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി എന്നുള്ളതാണ്. ലാഹോർ സമ്മേളനത്തിൽ
ജവഹർലാൽ നെഹ്റു ആയിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ് ആയത്. രണ്ടാമത്തേത് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു എന്നതാണ്. എന്നാൽ അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. 1942 ബോംബെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരം തീരുമാനിച്ചത്. അപ്പൊ അതൊരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അത് ലാഹോർ കോൺഗ്രസിലല്ല നടന്നിരുന്നത്. മൂന്നാമത്തേത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഉണ്ടായെന്നാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഗുദാൽ ഖിദ്മത്ത് ഗാർസ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. മൂന്നാമത്തെ ചോദ്യം, 1937 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചത് എന്നതാണ്. 1937 പ്രവിശ്യകളിലേക്ക് ആദ്യം തിരഞ്ഞെടുപ്പ് നടന്നത്. പ്രവിശ്യകളിലേക്കാണ്. ഇതില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് 7 പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചിരിക്കുന്നത്. തേബാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു സമരം ബംഗാളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. തേബാഗ എന്നാൽ എന്താണ്? 3 ഭാഗം എന്നതാണ്. അപ്പോ അവിടുത്തെ കർഷകര് ഭൂ ഉടമകൾക്ക് നൽകുന്ന പാട്ടം ആദ്യത്തെ സമയത്തെല്ലാം 1/2 ഭാഗമായിരുന്നു പാട്ടമായി നൽകേണ്ടത്. എന്നാൽ അത് 1/3 ഭാഗമായിട്ട് കുറയ്ക്കണം എന്ന ഒരു ആവശ്യവുമായിട്ടാണ് ഈ ഒരു തേബാഗ അല്ലെങ്കിൽ 1/3 ഭാഗം എന്നാണ് അതിനർത്ഥം. തേബാഗ എന്നാൽ 3 ഭാഗം. 1/3 ഭാഗമായിട്ട് മാറ്റണം എന്നൊരു ആവശ്യത്തിനെയാണ് ഈ തേബാഗ സമരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് റാണി ലക്ഷ്മിബായ്, ബീഗം ഹസ്രത് മഹൽ, താന്തിയ തോപ്പി, നാനാ സാഹിബ്, കുൻവർ സിംഗ്, ഷാമൽ എല്ലാവരും 1857 യുദ്ധവുമായിട്ട് അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ള നേതാക്കളാണ്. സിന്ധുവും കാനുവും ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്? സാന്താൾ കലാപവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പൊ അവർക്ക് 57 സമരവുമായി ബന്ധമില്ല. അപ്പൊ അതാണ് ഉത്തരം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് ആദ്യമായിട്ട് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിബായ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തെറ്റാണ് അല്ലെ? റാണി ലക്ഷ്മിബായ് ഝാൻസിയിലായിരുന്നു. അടുത്തത് ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് ആലിഷയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. മൂന്നാമത്തേത് കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബ് ആണെന്നാണ്. അത് കറക്റ്റ് ആണ്. അപ്പോ ഇതിൽ നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. A ആണ് തെറ്റായ പ്രസ്താവനയുള്ള ഓപ്ഷൻസ്, അതായത് 1ഉം 2ഉം. ഇനി ഓരോ സ്ഥലത്ത് ആരൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കാൺപൂരിൽ നാനാ സാഹിബും അതുപോലെ താന്തിയ തോപ്പിയുമാണ് ഉണ്ടായിരുന്നത്. ഝാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിബായ് ആയിരുന്നു. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ആയിരുന്നു. ആരയിൽ കൻവർ സിംഗ് ആയിരുന്നു. അങ്ങനെയായിരുന്നു ഈ സമരം നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരെല്ലാം ആയിരുന്നു ഓരോ പ്രദേശത്തെയും നേതാക്കന്മാര്. ഇനി അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൗളത്ത് ആക്ട് 1915 എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. 1919 ആണ് റൗളത്ത് ആക്ട്. അപ്പൊ അത് തെറ്റാണ്. ഇനി അടുത്ത ദണ്ഡി മാർച്ച് 1930 എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിയാണ്. സൈമൺ കമ്മീഷൻ 1928 കറക്റ്റ് ആണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1930 ഇതും ശരിയാണ്. അപ്പോൾ 1 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ശരിയായത് ആണ് 2, 3, 4. ആ ക്രമം ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2, 3, 4 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആര്യ മഹിളാ സഭ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ആരാണെന്ന് മനസ്സിലാവും. രമാബായ് ആണെന്ന് മനസ്സിലാവും. ഓപ്ഷൻ A ആണ് കറക്റ്റ്. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി
ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഹമ്മദാബാദ് സത്യാഗ്രഹമാണ്. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം. ഗാന്ധിജിക്ക് കൈസറെ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഗാന്ധിജി കൈസറെ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. അതിൽ പ്രതിഷേധിച്ചാണ് കൈസറെ ഹിന്ദ് ബഹുമതി ഗാന്ധിജി തിരികെ നൽകിയത്. പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1946 ഓഗസ്റ്റ് 16 ഈ ദിനം പ്രത്യക്ഷ പ്രവർത്തന ദിനം അഥവാ ഡയറക്റ്റ് ആക്ഷൻ ഡേ ആഹ്വാനം ചെയ്തത്. അത് ആഹ്വാനം ചെയ്തത് മറ്റാരുമല്ല, മുഹമ്മദ് അലി ജിന്നയാണെന്ന് കൂടി ഓർത്തു വെക്കുക. നെയ് താലി എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ നയി താലി എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവും അതാരാണ്. ഗാന്ധിജിയാണ്. റിപ്പീറ്റഡ് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മങ്ങി പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞതെന്നാണ്. ജവഹർലാൽ നെഹ്റു ആണ് ഈ വാക്കുകൾ പറഞ്ഞിരുന്നത്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. VP മേനോൻ ആണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. പോണ്ടിച്ചേരിയും യാനവും കാരയ്ക്കലും, അതായത് ഇപ്പോഴത്തെ പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറിയുടെ കീഴിൽ വരുന്നതാണ് ഈ 3 പ്രദേശങ്ങൾ. പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ. ഈ 3 പ്രദേശങ്ങളാണ് ഫ്രാൻസിന്റെ കീഴിൽ ഉണ്ടായിരുന്നത്. പോണ്ടിച്ചേരിയിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, അവിടെ ഫ്രാൻസിന്റെ ചർച്ചൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഫ്രാൻസിന്റെ ഒരു അധീനതയിൽ ഉണ്ടായിരുന്ന ഈ പ്രദേശങ്ങൾ പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറിക്ക് കീഴിൽ വരുന്ന പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, ഇന്നത്തെ പോണ്ടിച്ചേരിയുടെ യൂണിയൻ ടെറിട്ടറിയുടെ കീഴിൽ വരുന്ന ഈ 3 പ്രദേശങ്ങളാണ് സ്വാതന്ത്ര്യാനന്തരവും ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ. 2, 3, 4 എന്നിവ ഉള്ള ഓപ്ഷൻസ് ഏതാണ്? സി ആണ് കറക്റ്റ് ആൻസർ. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ സംബന്ധിച്ച് ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചു. റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ തന്നെ 3-4 തവണ വന്നാണ് ചോർച്ച സിദ്ധാന്തം. കറക്റ്റ് ആണ്. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. അത് ശരിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. അതും കറക്റ്റ് ആണ്. INC-യുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി ആണ് അല്ലെ? അപ്പൊ അത് തെറ്റാണ്. WC ബാനർജി ആണ് ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ്. ഇപ്പൊ ദാദാഭായ് നവറോജി അല്ല ആദ്യത്തെ പ്രസിഡന്റ്. അത് തെറ്റാണ്. 4-മത്തേത് തെറ്റാണ്. തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ ആധിപത്യം ചെലുത്തിയ വികാരം ഭയമായിരുന്നു. സർവ്വവ്യാപിയായ ഈ ഭയത്തിനെതിരെയാണ് ശാന്തമായി എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ ഗാന്ധിജി ശബ്ദമുയർത്തിയത്. നിർഭയരായിരിക്കുക എന്ന്. പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിലെ വരികളാണിവ. ഏതായിരുന്നു ആ ഗ്രന്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഗ്രന്ഥം ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥമാണ്. അവയിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാജാറാം മോഹൻ റായ് ആണ്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിലിയു ആണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1922 ആണ് ചൗരി ചൗര സംഭവം നടന്നത്. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു എന്നാണ്. ഫസൽ അലി കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, ഫസൽ അലി ആയിരുന്നു ചെയർമാൻ. ഇന്ത്യൻ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് ലാഹോറിൽ വെച്ചിട്ടാണ്. ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്ന ഒരു ആശയം പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നത്. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിനോബ ഭാവെയാണ് ഗാന്ധിജി തിരഞ്ഞെടുത്തത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അരുണ സഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക. വീണ്ടും ലാഹോർ സമ്മേളനത്തെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടുപിടിക്കണം. പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. ലക്ഷ്യം അത് ശരിയാണ്. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെറ്റാണ്. 1924 ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. ഈ പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിന്റെ കാലത്ത് പ്രസിഡന്റ് ആയിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. അത് ശരിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തെറ്റായിട്ടുള്ള കാര്യമാണ് ശരിയല്ലാത്ത കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ മാത്രമാണ് ശരിയല്ലാത്ത. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ആദ്യകാലങ്ങൾ വരുന്ന സമരങ്ങൾ ഗേദ സത്യാഗ്രഹവും ഗേദ സമരവും ചാമ്പാരൻ സമരവും ആണ്. അപ്പൊ 1, 3 കറക്റ്റ് ആൻസർ. അഹമ്മദാബാദിലെ മിൽ സമരവും കൂടി ഇതിൽ വരുന്നുണ്ട്. പക്ഷെ അത് ഓപ്ഷനിൽ തന്നിട്ടില്ല. അത് കാരണം ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഗേദ സമരവും ചമ്പാരൻ സമരവും നമുക്ക് സെലക്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ 1, 3 വരിക. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1798 നടപ്പിലാക്കിയത്. കറക്റ്റ് ആണ്. കാഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. തെറ്റാണ്. വെല്ലസ്ലി പ്രഭുവാണ് നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അത് ശരിയാണ്. തെറ്റായത് കണ്ടുപിടിക്കാനാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. തെറ്റായത് 2 മാത്രമാണ്. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. 1ഉം 4ഉമാണ്. ഓപ്ഷൻ വരുന്നത് സി ആണ്. ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടത് ഏത് കമ്മീഷനാണ് അല്ലെങ്കിൽ ഏത് മിഷനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈമൺ കമ്മീഷൻ ആണ് ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഗാന്ധിജി ദണ്ഡി യാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാൽ അത് സിവിൽ ആജ്ഞ ലംഘനമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇന്നത്തെ PYQ സീരീസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോമന്റ് ചെയ്യുക. നന്ദി.